റൈസ്. ഇന്ന് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു ജോബീസ് കിച്ചൺ. നമ്മൾക്കിപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ബിരിയാണി റൈസിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത് 1/2 കിലോ അരി 1 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തി വാരിയതാണ്. ജീരകശാല റോസ് ബ്രാൻഡിൻ്റെ ജീരകശാല അരിയാണ് ഞാൻ എടുത്തേക്കണത്. ഇത് ഒരു അര സവാളയും ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് അരിഞ്ഞത്. ഇതല്പം യെല്ലോ കളറ്. ഇത് പെരുംജീരകം, പട്ട, ഗ്രാമ്പു, ഏലം, കുരുമുളക്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 50 ഗ്രാം ഡാൽഡ, 1/2 കിലോ അരിക്ക് 50 ഗ്രാം ഡാൽഡ. പിന്നെ നെയ്യ്, 1/2 സ്പൂൺ RKG നെയ്യ് അല്ലെങ്കിൽ ഏതെങ്കിലും നെയ്യ്. നമുക്ക് അല്പം പൈനാപ്പിൾ എസൻസ്, ഇതൊരു കഷ്ണം നാരങ്ങ, 2 പച്ചമുളക്, ഉപ്പ്, പൈനാപ്പിൾ അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി കുരുകുരുന്ന് അരിഞ്ഞത്, നാരങ്ങയുടെ കഷ്ണം വേണം. ഇത് കശുവണ്ടി, കിസ്മിസ്, ഇത് മല്ലിയില, പുതിനയില എന്നിവ അരിഞ്ഞത്. ഇത് 750 മില്ലി വെള്ളം, 1/2 കിലോയ്ക്ക് 3/4 ലിറ്റർ വെള്ളമാണ് എടുക്കുന്നത്. ഇപ്പം നമ്മളുടെ കട്ടിങ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, സവാള, വെളുത്തുള്ളി, പൈനാപ്പിൾ, ക്യാരറ്റ്, ഇത്ര ഐറ്റം കട്ട് ചെയ്തത്. 50 ഗ്രാം ഡാൽഡ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ഇത് വഴറ്റണ്ട, മീഡിയം ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനകത്തേക്ക് വെള്ളം 750 മില്ലി വെള്ളം എടുത്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു 2 നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ടേസ്റ്റിന് നല്ലതാണ്. അതോടൊപ്പം തന്നെ ഒരു 2 സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് വെള്ളം വാറ്റി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി തിള വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റൗവ് ഏറ്റവും സിമ്മിലേക്ക് മാറ്റിയിടാം. അതിൽ അരി വേവില്ല, വെള്ളം വറ്റുകയും ചെയ്യും. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബിരിയാണി അരി ഇട്ട് തിള വന്നതിന് ശേഷം ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലേക്ക് ഇടുക. എന്നിട്ട് മൂടി അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു കഷ്ണം നാരങ്ങ പിഴിഞ്ഞ് അതിനകത്തേക്ക് ഒഴിക്കുക. ഒന്നും കൂടി ഇളക്കിയിട്ട് നമ്മുടെ മൂടി വച്ച് വീണ്ടും നമുക്ക് കുറച്ച് നേരം കൂടി തീ കൊടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളം മൊത്തം വറ്റിയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിനകത്തേക്ക് 1 സ്പൂൺ നെയ്യ്, പരമാവധി RKG നെയ്യ് ഉപയോഗിക്കുക ബിരിയാണിയിൽ ഉപയോഗിക്കുമ്പോൾ. ഒരു 2-3 തുള്ളി പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കാം. പൈനാപ്പിൾ എസൻസ് ഒരുപാട് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 1 കിലോയ്ക്ക് ആയാലും നമുക്കൊരു 3-4 തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അടിയൊക്കെ ഇളകാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നന്നായിട്ട് വെച്ച് കൊടുക്കാം. തീ നമുക്കിപ്പോൾ ഓഫാക്കണ്ട. ഇതിനകത്തേക്ക് നമ്മൾക്ക് ഒരു 2 നുള്ള് ലെമൺ യെല്ലോ കളറ്, അതൊരു 2 നുള്ള്, കൂടുതലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിന് പകരമായിട്ട് ഇടാം, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കളറ് ബിരിയാണിക്ക് കിട്ടില്ല. അപ്പോൾ പരമാവധി യെല്ലോ കളർ തന്നെ ഉപയോഗിക്കുക. അതിന് മീതെ നമ്മൾ മല്ലി ഇല, പുതിന ഇല അരിഞ്ഞത് എല്ലാ ഭാഗത്തേക്കും വീഴത്തക്ക വിധത്തിലിടുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അടപ്പ് പ്രഷർ പോവാതെ ദമ്മ് ചെയ്യാൻ വയ്ക്കാം. ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ തീ ഓഫ് ചെയ്തിട്ട് അരമണിക്കൂർ വെച്ചിട്ട് നമ്മൾ ഇത് തുറക്കാൻ പാടുള്ളൂ. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കശുവണ്ടി മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം.
എണ്ണ തിളച്ചതിന് ശേഷം അത് പകുതി ഫ്ലെയിമിലിട്ടിട്ട് നമ്മളുടെ കിസ്മിസ് ആദ്യം ഇട്ട് കൊടുക്കുക. കിസ്മിസ് ഫ്രൈ ആയിട്ടുണ്ട്. ഓയിൽ തീ ഇത്തിരി കൂടുതലായിട്ടുണ്ട്. അപ്പോൾ തീ പരമാവധി പകുതി ഫ്ലെയിമിലിടുകയാണെങ്കിൽ നമ്മൾക്കിത് കരിയാതെ വാരിയെടുക്കാം. ഇനി നമ്മുടെ കശുവണ്ടി ഇതേപോലെ തന്നെ വറുത്ത് കോരിയെടുക്കുക. കശുവണ്ടി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തത് നമ്മൾക്ക് ഇത് മുകളിൽ ബിരിയാണി റൈസിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു ചെറിയ സവാള കനം കുറഞ്ഞരിഞ്ഞത് നമ്മൾക്കിതേപോലെ വറുത്തെടുക്കാം. ഇതും ഒന്ന് ബ്രൗൺ കളറായിട്ട് നമ്മൾക്ക് കോരി മാറ്റാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുക്കറിൻ്റെ അടപ്പ് റിമൂവ് ചെയ്തിട്ട് നന്നായി ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് തട്ടിപ്പൊത്തി ഫിനിഷ് ചെയ്ത് വയ്ക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി, മുന്തിരി, സവാള ഇത് നമ്മൾക്ക് മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടപ്പ് അടച്ച് ഒരു 2 മിനിറ്റ് കൂടി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കൺ ആക്റ്റീവ് ആക്കാനും മറക്കരുത്. നന്ദി എല്ലാവർക്കും.